അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫുൾ ക്യൂബ് ശരിയാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു യെല്ലോ, നടുക്കത്തെ യെല്ലോ എടുക്കുക. പിന്നെ ഒരു കോമൺ സെൻസ് മതി. നിങ്ങളൊരു കുരിശ് പോലെയാക്കാം. ഇവിടെ ഇങ്ങനെ കുരിശ് പോലെയാക്കണം. ഇവിടെ 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 വൈറ്റ് തന്നെ രീതിയിലാക്കണം. അപ്പോൾ ഞാൻ ആക്കാൻ പോവാണ് ഗൈസ്. വൈറ്റ് വരുമേ ഈ കോർണർ പീസില്ലേ, ഈ കോർണർ പീസിൽ വൈറ്റ് വരാൻ പാടില്ല. ജസ്റ്റ് ഇവിടെ മാത്രം വൈറ്റ് എന്നാൽ മതി. വേറെ സ്ഥലത്ത് വൈറ്റ് എന്നാൽ പാളിപ്പോകും നമ്മളുടെ. ഇനി നമ്മൾ ആദ്യം ഈ വൈറ്റിൻ്റെ ഇവിടെ ഇല്ലേ, ഈ നടുക്ക് ഇവിടെ ഒരു കളറാണ്. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു കളറാണെന്ന് വിചാരിക്കും. ആ നടുക്കത്തെ കളറായി മാച്ച് ചെയ്തിട്ട് 1 2 വീണ്ടും അതുപോലെ തന്നെ ഇവിടെ മാച്ച് ചെയ്യാൻ നടുക്കത്ത് 1 2 വീണ്ടും അതുപോലെ തന്നെ നമുക്ക് മാച്ച് ചെയ്യാം 1 2 വീണ്ടും നോക്കാം. ഇവിടെ മാച്ച് ചെയ്യാം 1 2. അപ്പോൾ ഇവിടുത്തെ എല്ലാ വൈറ്റും പോയുണ്ടാവും. നേരെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ ഇവിടെ ഒരു കുരിശുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനി കോർണർ പീസ് നോക്കുക. ഇങ്ങനത്തെ വൈറ്റ് ഇവിടെ കോർണർ പീസ്, ആ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം ഗ്രീൻ. അപ്പോൾ ഗ്രീനും നടുക്കത്തെ ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യാം. എൻ്റെ ഓൾറെഡി മാച്ചാണ്. അപ്പോൾ എന്നിട്ട് ഈ അടിയത്തെ ഭാഗമില്ലേ ഒറ്റതിരി, പിന്നെ ഇത് ഡൗൺ എടുക്കുക, പിന്നെ ഇത് ആ വൈറ്റ് തിരിച്ചു വയ്ക്കുക, പിന്നെ അപ്പ് എടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഒരു വൈറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ ആ ഓറഞ്ച് മാച്ച് ചെയ്യാൻ പോവാണ്. ഓറഞ്ച് മാച്ചായി. ഇനി നോക്കിക്കോ, ഞാൻ ഇവിടെ തിരിച്ചു, ഇവിടെ ഡൗൺ എടുത്തു, ആ വൈറ്റ് തിരിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഏത് സൈഡ് ഇവ ചിലപ്പോൾ നമ്മളിൽ ഈ വൈറ്റ് തെറ്റായി മീളി തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ പിടിക്കണമെന്നറിയോ, വൈറ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വൈറ്റിൽ ഇങ്ങോട്ട് തന്നെ രീതി പിടിച്ചിട്ട് ഡൗൺ റിട്ടേൺ അപ്പ്, ഇങ്ങനെ കാര്യം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇവിടെ ഓറഞ്ചാണ്. ഓറഞ്ച് നടുക്കത്ത് ഓറഞ്ചായി മാച്ച് ചെയ്യുക. ഇങ്ങനെയാ ഇങ്ങനെയാ ഇങ്ങനെയാ. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇവിടെ ഫില്ലാവണം വരെ. ഇത് ഫുള്ള് ഫില്ലായ അതിൻ്റെ ഒപ്പം ഈ ട്രിയാങ്കിളും ഇവിടെ ഫുള്ള് ഫില്ലായി ഇരിക്കണ്ടാവും. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സപ്പോസ് ഇങ്ങനെ അടിയിലും നിൽക്കണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊരു ചെയ്യേണ്ടതെന്ന് അറിയോ, ഇവിടുത്തെ ഒരു കോർണർ പീസ് മാറ്റാം, എന്നിട്ട് വീണ്ടും ഇതാവും ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് തിരിച്ചിട്ടുണ്ടാവും. നമ്മൾ റെഡാണ്, വൈറ്റിൻ്റെ ഇവിടെ റെഡാണ്. അപ്പോൾ റെഡും അത് മാച്ച് ചെയ്യാം. മാച്ച് ചെയ്തു. ഞാൻ എത്ര പ്രാവശ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ വീണ്ടും മാച്ച് ചെയ്തു. ഇങ്ങനെയാ അപ്പെടുക്കുക. അപ്പോൾ വൈറ്റ് ഫില്ലായി കിട്ടി. അതിൻ്റെ ഒപ്പം ഇവിടെ ഫില്ലായി കിട്ടി, ഇവിടെ ഫില്ലായി കിട്ടി, ഇവിടെ ഫില്ലായി കിട്ടി, ഇവിടെ ഫില്ലായി കിട്ടി. ഇനി നമ്മൾ നേരെ തിരിച്ചു വയ്ക്കണം. അപ്പോൾ ഒരു ജയ പോലെ കണ്ടിട്ടോ. ഇനി നമ്മളുടെ ലക്ഷ്യം ഇവിടെ ശരിയാക്കാനുള്ളതാണ്. അപ്പോൾ അത് ശരിയാക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു മിഡിൽ കോർണർ പീസ് നോക്കാം. അത് ഇവിടെയും യെല്ലോ ഉണ്ടാവാൻ പാടില്ല. ഏത് കളറാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പം എനിക്ക് ഓറഞ്ചാണ്. ഇവിടെ യെല്ലോ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇവിടെ ഓറഞ്ചാണ്. ഞാൻ നടുക്കത്ത് ഓറഞ്ചായി മാച്ച് ചെയ്തു. പിന്നെ ഇതാണ് സീക്രട്ട് സ്റ്റെപ്പ്. ഇത് ഇത്തിരി പഠിക്കാൻ ഇത്തിരി പാട് വേണ്ട വരും. അപ്പ് ആദ്യം കൂട്ടിയിരിക്കാം, പിന്നെ ഇത് അപ്പ് എടുക്കുക, അത് തിരിച്ചു വെച്ചിട്ട് ഇത് ഡൗൺ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കി ഒരു വൈറ്റ് ഇവിടെ ഫില്ലാവാണ്ടിരിക്കണ്ടാവും. അതിങ്ങനെ വയ്ക്കുക. ഇത് അപ്പ് എടുക്കുക, തിരിച്ചങ്ങോട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഫില്ലായി കിട്ടി കണ്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ ഒന്ന് ചെയ്യാം. രണ്ട് കളറില്ലാത്ത നോക്കുക. അപ്പ് എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഈ ക്യൂബ് നിങ്ങൾ വിചാരിക്കണ പോലെ ഇത് വലിയ പാടുന്നില്ല. ഇത് ഏറ്റവും സിമ്പിളാണ് ഇത് സോൾവ് ചെയ്യാവുന്നത്. ഈ ട്രിക്കൊന്ന് പഠിച്ചാൽ മതി. ഇവിടെ നോക്കാം, മാച്ച് ചെയ്യുക. ഇങ്ങനെയാ. അപ്പോൾ ഇവിടെ മില്ല ഐഡിയ ഉണ്ടാവും. നോക്കുക, വീണ്ടും ബ്ലൂ എടുക്കുക, മാച്ച് ചെയ്യുക. എങ്ങനെയാ. ഇനി ഞാൻ സ്പീഡിൽ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് പെട്ടെന്ന് പഠിക്കാൻ നിങ്ങൾ ഇത് ഒന്ന് 3-5 വർഷം റിപ്പീറ്റ് ചെയ്താൽ മതി ഈ വീഡിയോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാൻ കിട്ടിക്കോളും. അപ്പോൾ അതെ എല്ലായിടത്തും യെല്ലോ ഫില്ല് ആയി കിടക്കുക. അപ്പം എന്തൊരു ചെയ്യണമെന്നറിയോ, ഒരു കോർണർ പീസ് ഇങ്ങനെ നോക്കാം, അപ്പ് അപ്പ് ആ വൈറ്റ് നോക്കാം, അതന്നെ ചെയ്താൽ മതി. പക്ഷെ മേളിലത്തെ മൂവ് ചെയ്യണ്ടെന്നുള്ളൂ. വീണ്ടും നോക്കാം, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വീണ്ടും നോക്കാം, വീണ്ടും നോക്കാം. ഞാൻ ബ്ലൂവും ശരിയാക്കിയ എല്ലാവരും ശരി. എല്ലാവരും അല്ല എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഫില്ലായി നമ്മളുടെ. ഇനി നമ്മൾ ഇത് ഫില്ലാക്കുമ്പോൾ ഇവിടെ ഒരു ജെ കണ്ടുണ്ടാവും, കണ്ട ജെ ഇങ്ങനെ, അത് ഇങ്ങനെ പിടിക്കണം. ജെ തന്നെ പോലെ ഇങ്ങനെ പിടിക്കണം. അണ്ടേ ഈ ഫേസില്ലേ അത് ഇങ്ങോട്ട് ഇരിക്കുക, ഇത് അപ്പ് എടുക്കുക, ഇതിങ്ങോട്ട് എടുക്കുക, ഡൗൺ എടുക്കുക, തിരിച്ചത് തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു ഇങ്ങനൊരു ലൈൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒന്നുകൂടെ അത് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കോർണർ പീസ് കിട്ടും. ഇത് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക, ഈ ഫേസില്ലേ അത് ഇങ്ങോട്ട് ഇരിക്കുക, പിന്നെ ഇത് ഡൗൺ എടുക്കുക, ഇത് തിരിച്ച് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്കൊരു കുരിശ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നടുക്കത്തെ എല്ലാവരും മാച്ച് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മാച്ചായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മാച്ചായി കിട്ടിയുള്ളവരോട് നിങ്ങൾ ഇത് കാണണ്ട കേട്ടോ. ഇപ്പോൾ സപ്പോസ് മാച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു കോർണർ പീസ് എടുക്കുക, ഇങ്ങനെ ഒരു റെഡ് കളറുള്ള, അത് മാച്ച് ചെയ്യാം നടുക്കത്ത്. അപ്പോൾ അപ്പം അതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു കളർ കൂടിയും മാച്ച് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒപ്പം എനിക്ക് ഗ്രീനും കൂടി മാച്ച് ആയി കിട്ടി. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തൊരു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാച്ചായ കളർ ഇങ്ങോട്ട് അടിക്കുക, ഒരു മാച്ചായ കളർ അങ്ങോട്ട് അടിക്കാം. എന്നിട്ട് ഇങ്ങനെയാ 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 1 ചെയ്തിട്ട് അപ്പ് എടുക്കുക, പിന്നെ 1 2 അങ്ങനെ ആയിട്ട് ഡൗൺ എടുക്കുക. എന്നിട്ട് ഈ ഫേസ് ഒന്ന് ഇങ്ങനെ ഇരിച്ചാൽ എല്ലാവരും മാച്ചായി കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഒരു ഏകദേശം കറക്റ്റായി കോർണർ പീസ്, ഒരു കോർണർ പീസ് എടുത്തിട്ട് അപ്പില്ലേ ഇങ്ങോട്ട് ഇരിക്കാം, പിന്നെ ഇത് അപ്പ് എടുക്കുക, ഇത് ഡൗൺ എടുക്കുക, ഇത് അപ്പ് എടുക്കുക, ഇങ്ങനെ ഫിൽ ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ നോക്കുക, ഒരു കോർണർ പീസ് ഇങ്ങനത്തെ കളർ എന്ന് വെച്ചാൽ യെല്ലോ ഇവിടെ വന്നാൽ ഫില്ലാവും, ഓറഞ്ച് ഇവിടെ വന്നാൽ ഫില്ലാവും, ബ്ലൂ ഇവിടെ വന്നാൽ ഫില്ലാവും. അങ്ങനത്തെ ഒരു കോർണർ പീസ് എടുക്കാം. കണ്ടതേ അതുപോലെ തന്നെ ആ ട്രിക്ക് യൂസ് ചെയ്യുക. അപ്പ് ഇങ്ങോട്ടിരിക്കുക, ഇത് അപ്പ് എടുക്കുക, ഇതിങ്ങനെ ചെയ്യുക, ഇതിങ്ങനെ ചെയ്യുക, വീണ്ടും ഇത് മാച്ച് ചെയ്യുക, എന്നിട്ട് ഡൗൺ എടുക്കുക, വീണ്ടും ഇത് മാച്ച് ചെയ്യുക, എന്നിട്ട് ഡൗൺ എടുക്കുക. അപ്പം നമുക്ക് ഇതും ശരിയായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ ഇങ്ങനെ പിടിക്കുക, ഇവിടെ ഫില്ലായിരിക്കുക, അങ്ങനെ പിടിച്ചിട്ട് ഡൗൺ ലെഫ്റ്റ് അപ്പ് ഡൗൺ ലെഫ്റ്റ് അപ്പ് ഇങ്ങനെ ചെയ്യുക. അടുത്തത് എന്നിട്ട് ഇങ്ങനെ ഫില്ലായി കിട്ടുമ്പോൾ ഇത് ഇങ്ങോട്ടിരിക്കണം. ഡൗൺ ഇങ്ങനെയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനോട് തിരിച്ചടിച്ചാൽ ഫുൾ ഫില്ലായി. നമുക്ക് എല്ലാം ഫില്ലായി. അപ്പോൾ ബൈ ബൈ.